വെൽക്കം ബാക്ക് യൂട്യൂബ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ സ്വന്തം വണ്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ Xpulse 200 4V റിവ്യൂ ഇട്ടപ്പോൾ അതിൻ്റെ അകത്തൊരു കമൻറ്റ് വന്നിരുന്നു 2Vയുടെ, അതായത് എൻ്റെ വണ്ടിയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാൻ. അപ്പോൾ ഞാനും വിചാരിച്ചു ബാക്കിയുള്ള വണ്ടി ഓടി തപ്പി നടക്കുന്ന നേരം കൊണ്ട് എൻ്റെ ഒരു വണ്ടീൻ്റെ വീഡിയോയും കൂടെ ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. കുറേ നിർത്തിയിട്ട് സംസാരിക്കുന്നതല്ല, ഇനി കുറച്ച് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഞാൻ എൻ്റെ ഈ വണ്ടി എടുത്തിട്ട് ആക്ച്വലി 1 ഇയറായി. അതായത് കഴിഞ്ഞ കൊറോണ ടൈമിൽ നമ്മളെ കൊറോണ എന്താ പറയുക എൻ്റെ ആയി എന്നാലും വീണ്ടും വന്നെന്ന് പറഞ്ഞൊരു ടൈമില്ലേ, ആ ടൈമിലാണ് ഞാൻ എൻ്റെ വണ്ടി എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വണ്ടി 1 ഇയറായി എടുത്തിട്ട് ഇതുവരെ എൻ്റെ വണ്ടിക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ എന്നാലും ഒരു ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുന്ന ടൈം, അതും എപ്പോഴും ഇല്ല ആ പ്രശ്നം, വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഒരു ടൈം നമ്മളെന്താ പറയുക, നമ്മൾ ന്യൂട്രലിട്ട് ഇഗ്നിഷൻ കൊടുക്കുന്ന ടൈം പെട്ടെന്ന് എന്താ പറയുക ബാറ്ററി ഒന്ന് ഡൗൺ ആവുന്ന പോലെ ഒരു ഫീല്. അതായത് ഞാൻ ഇഗ്നിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ടീൻ്റെ ലൈക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ലേ, അതും വണ്ടീൻ്റെ ഹെഡ്ലൈറ്റും ഒന്ന് മയങ്ങിപ്പോയിട്ട് വീണ്ടും എണീറ്റ് വരും. ഇടയ്ക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പ്രശ്നം. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാനവിടെ പറഞ്ഞിട്ട് അവർക്കും ഒന്നും അറിയില്ല. പക്ഷെ അത് എപ്പോഴും ഇല്ല, ഇടയ്ക്ക് മാത്രം വരുന്നുള്ളൊരു പ്രശ്നം. പിന്നെ വണ്ടിയുടെ വിൻഷീൽഡ്, ഞാൻ എൻ്റെ വണ്ടിയിൽ ഇതുവരെ എന്താ പറയുക 70 കിടന്നിട്ടില്ല. അങ്ങനെ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ ആക്ച്വലി സ്പീഡിനെക്കാട്ടും കംഫർട്ട് പ്രിഫർ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ടോപ്പ് എൻഡ് ഒന്ന് എടുത്ത് കളിക്കുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിൻഷീൽഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമൊന്നും വന്നിട്ടൊന്നുമില്ല. ആവശ്യത്തിന് വിൻ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ആ വിൻഷീൽഡ് ഞാൻ അന്ന് പ്രാവശ്യം ഊരിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ഊരി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ വൃത്തിയുടെയായിരുന്നു വണ്ടി കാണാൻ. അതായത് ഒരു മുടിയുള്ളൊരു മനുഷ്യൻ മുടി മൊട്ടടിച്ചെങ്ങനെ ഉണ്ടാവും അതുപോലെ. അപ്പം വിൻഷീൽഡ് മര്യാദയ്ക്ക് പൊട്ടാതെ കൊണ്ടുനടക്കുക. അതിൻ്റെ റേറ്റ് ഒന്നും എത്ര എനിക്കറിയില്ല, ഞാൻ വേണമെങ്കിൽ ചോദിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടാം, പിന്നെ പയ്യെ ഇടാം. പിന്നെ എനിക്ക് വണ്ടി എടുത്തപ്പോൾ തോന്നിയൊരു ഇഷ്യൂ നമ്മളെ പാസ് ലൈറ്റാണ്. ഞാൻ അതിൻ്റെ മുന്നേ ഓടിച്ച വണ്ടിക്കൊക്കെ പാസ് ലൈറ്റ് ഇതേ ഫ്രണ്ടിലായിട്ടാണ് വരിക. പക്ഷേ ഇതിന് നമ്മുടെ എന്താ പറയുക ഹൈ ബീം ലോ ബീമിൻ്റെ ആ ഏരിയ തന്നെയാണ് വരുന്നത്. പക്ഷേ അത് ആക്ച്വലി യൂസ്ഡ് ആയ അതാണ് കുറച്ചുകൂടെ സുഖം തോന്നും. കാരണം നമ്മളെ ബാക്കി 2 പേരിൽ ക്ലച്ചിലുണ്ടാവും, പിന്നെ തമ്പ് വെച്ചിട്ടാണ് നമ്മൾ പാസ് അടിക്കുക. പിന്നെ വണ്ടിയുടെ ബ്രേക്കൊക്കെ എപ്പോഴും പ്രോപ്പറാണ്, അതിന് പ്രത്യേകമായിട്ടൊരു ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ഈ ഒരു കൊല്ലമായി വണ്ടി എടുത്തിട്ട്, പക്ഷേ വെറും 5700 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5800 ആവാൻ കിടക്കുന്നു. ഒന്നാമത് ഞാനെടുത്ത കൊറോണ ടൈമാണ്, അപ്പം അതിൻ്റെ കുറേ ടൈമും പിന്നെ എന്താ പറയുക അങ്ങനെ പ്രത്യേകിച്ച് റൈഡ് പോകേണ്ട ഒരു മൂടൊന്നും ആയിരുന്നില്ല. അപ്പം പിന്നെയാണ് GoPro ഒക്കെ എടുത്ത് ഒന്ന് റിവ്യൂ ചാനലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ റിവ്യൂ മെല്ലെ മെല്ലെ ചെറിയ റൈഡ്സിലേക്കൊക്കെ ഇറക്കണം എന്നൊരു പ്ലാനൊക്കെ ഉണ്ട്, നോക്കാം, ട്രൈ ചെയ്യാം. പിന്നെ വണ്ടിയുടെ സർവീസൊന്നും കുഴപ്പമില്ല, സർവീസൊക്കെ ഡീസൻറ്റ് റേറ്റാണ് വരുന്നത്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം സർവീസ് ചെയ്ത സമയത്ത് പോളിഷ് അവർ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ലൈക്ക് പ്രോപ്പർലി ഒരു ഷോറൂമിൽ സർവീസിന് ആദ്യമായിട്ടാണ് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ അതും ഫ്രീ ആയിരിക്കും, അങ്ങനെ ഞാനത് കൊടുത്ത്. അപ്പം ഫസ്റ്റത്തെ ബില്ല് വന്നപ്പോൾ എനിക്ക് 1250 വന്നത്. ആക്ച്വലി നമുക്ക് എല്ലാ വണ്ടിയുടെ സർവീസിനും വരുന്നത് 750 ഓർ 800 ആ റേഞ്ചാണ് വരിക. വണ്ടി 5 ഇയേഴ്സ് വാറൻറ്റി തരുന്നുണ്ട്, 5 സർവീസ് ഉണ്ട്. ആ 5 സർവീസും 800-ൻ്റെ ഉള്ളിലാണ് വരിക. അപ്പോൾ എക്സ്പൾസിൻ്റെ സർവീസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അതെനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ വണ്ടിയുടെ സസ്പെൻഷൻ അത് അപ്പോഴും ഇപ്പോഴും ഒരുപോലെ തന്നെയാണ്. കംഫേർട്ടിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇപ്പോഴും ചെയ്യുന്നില്ല. ബെസ്റ്റ്. പിന്നെ വണ്ടിക്ക് ഒരുപാട് റസ്റ്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. അതായത് ടാങ്കിൻ്റെ അടിയിലായിട്ട് വരും, പിന്നെ അല്ലറ ചില്ലറ ഫിക്സിങ് പാർട്സിൽ, അതായത് ബോൾട്ടിൻ്റെ അത് ഓരോ ചെറിയ ചെറിയ കോർണേഴ്സിലൊക്കെ വരുന്നുണ്ട്. താഴെ നമ്മുടെ സസ്പെൻഷൻ ലൈക്ക് റെയർ സസ്പെൻഷൻ്റെ ജോയിൻസിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ്. പിന്നെ ഒരു സാധനം കൂടെ കാണിക്കാണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, 1 സെക്കൻഡ്.
അതായത് ഇവിടെ കണ്ടില്ല ഈ ഒരു കട്ടിങ്, ഇത് ആക്ച്വലി എന്തുകൊണ്ടാണ് അവർ ചെയ്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മ വൻ ചൂടാണല്ലോ, ഉരുകിപ്പോയി. ഇത് ആക്ച്വലി അവരെന്തിനാ ആ കട്ടിങ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സംഭവം 4 വീൽ അവർ റെഡിയാക്കിയിട്ടുണ്ട്. 2 വീലാണ് ഒരു പ്രശ്നം. വണ്ടിയുടെ ഫ്രെയിമിന് അതൊരു ബാധകമാവോ എന്ന് എനിക്ക് അറിയില്ല. ഇതുവരെ ഫ്രെയിം പൊട്ടിയിട്ടൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്തൊരു പ്രശ്നം തോന്നിയത് എനിക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് വളരെ അബദ്ധമാണ്. അതെന്ന് വെച്ചാൽ നമ്മളെ ടോർച്ച് ഇതിനെക്കാട്ടും ബ്രൈറ്റ്നസ് വരും. രാത്രി നമ്മൾ പോകുമ്പം, രാത്രി അത് നല്ലോണം അറിയില്ല, ഒരു പിച്ച് ഡാർക്കിൽ, അതായത് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്തൊരു വഴിയിലൂടെ, ഒരു ലൈക്ക് നാരോ റോഡ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു ചെറിയൊരു റോഡൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലത്തെ ഇപ്പോൾ ഇങ്ങനത്തെ റോഡിലൊക്കെ ലൈറ്റ് ഇല്ലാതെ പോകണമെങ്കിൽ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെറുതെയാണ്. നമുക്ക് തീരെ ഒന്നും കാണില്ല റോഡിൻ്റെ ഇടയിൽ. അത് 4 വീൽ അവർ റെഡി ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ 4 വീൽ ഓടിച്ചപ്പോൾ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റും LED ആക്കി സ്ഥിതിക്ക് എന്തുകൊണ്ട് ഇൻഡിക്കേറ്റർ LED ആക്കിക്കൂടാ? ഇൻഡിക്കേറ്റേഴ്സ് അവർ ഹാലജനാണ് കൊടുത്തത്. അത് ആക്ച്വലി LED ആക്കിയാൽ കുറച്ചും കൂടെ നൈസായിരുന്നു, വണ്ടി ലുക്കൊക്കെ കാണാൻ. പിന്നെ ഈ സാധനം ഫ്രണ്ടിലെ ഹാൻഡിൽ ഗാർഡ് വെറുതെയാണ്, വെറും പ്ലാസ്റ്റിക്കാണ്. വല്ല മതിലിനോട് കൂട്ടി ഇടിച്ചു കഴിഞ്ഞാൽ അത് വന്ന് നമ്മളെ കയ്യിൽ കെട്ടും, എന്നിട്ട് നമ്മളെ കൈ പണിയാവും. അപ്പോൾ സർവീസിൻ്റെ ഒരു സാധനമുണ്ട്, 1900 1500 എന്തോ, അത് വാങ്ങി വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ തണുപ്പത്ത് പോകുമ്പം ഇത് നല്ല ഉപകാരം കേട്ടോ, കാരണം അത്ര വിൻഡ് നമ്മളെ കയ്യിലേക്ക് അടിക്കില്ല. പിന്നെ സീറ്റ് കുറച്ച് ഹാർഡാണ്, പക്ഷേ അതൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ സീറ്റ് ആക്ച്വലി നല്ല മരപ്പലക പോലെയാണ്. പക്ഷെ ഞാനത് ഓടിച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സീറ്റ് യൂസ്ഡ് ആവും. ഒരു 150-200 കിലോമീറ്റേഴ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ബാക്കൊന്ന് നമ്പാവും. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. പിന്നെ അധികം എല്ലാവരും പറയുന്നതാണ് Xpulse 200-ന് പവറില്ല, ഭയങ്കര പവർ ലോസ് ഫീൽ ചെയ്യുന്നത്. ശരിയാണ്, പവറില്ല. പക്ഷേ ഇതൊരു ടോപ്പിന് വേണ്ടിയിട്ടുള്ള ഇറക്കിയിട്ടുള്ളൊരു വണ്ടിയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ഓഫ് റോഡ്സൊക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ വേണ്ടി ഇറക്കിയിട്ടുള്ളൊരു വണ്ടിയാണ്. അതായത് ഒരു ഫൺ മോട്ടോർ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ടൂറൊക്കെ ചെയ്യാം. അതായത് ഒരു അധികം എന്താ പറയുക സ്പീഡൊന്നുമില്ല, ഒരു 80-90 ക്രൂസ് ചെയ്ത് ഇങ്ങനെ പോവാം, അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 220 mm ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, ഫുട്പാത്തിൻ്റെ മേലെ കൂടെ കയറി ഇറക്കി അങ്ങ് പോകാം. അത്ര സുഖം. അങ്ങനെ കയറി ഇറക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു ഉപമ പറഞ്ഞതാണ്. എക്സ്പൾസിന് വരുന്നത് അലൂമിനിയം ബാഷ് പ്ലേറ്റ്സ് ആണ്. അപ്പം അതിനൊരു അടി താങ്ങാൻ പറ്റുന്നൊരു പവറും ഉണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം പ്രശ്നമൊന്നുമില്ല. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വണ്ടിക്ക്, അത്ര തന്നെ ഉള്ളൂ. പിന്നെ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വരുന്നത്. അപ്പം പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ചെറിയൊരു കോംപ്രമൈസ് വരും, അതായത് അടി തട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സെൻട്രൽ സ്റ്റാൻഡ് വെക്കണം എന്നുള്ളവർക്ക് വെക്കാം. കാരണം വണ്ടി ഒന്ന് പഞ്ചർ ഓടിക്കാനൊക്കെ പണിയാണ്. കാരണം ട്യൂബ് ടയേഴ്സാണ് വരുന്നത്. അപ്പോൾ വണ്ടി പഞ്ചറാകുമ്പോഴാണ് വണ്ടിയുടെ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ ഗുണം മനസ്സിലാവുക. നമുക്ക് ഫ്രണ്ടിലൊരു സിംഗിൾ ചാനൽ ABS വരുന്നതുകൊണ്ടും ബ്രേക്കിംഗ് പവർ അത്ര വൃത്തിയോടൊന്നുമല്ല, പിടിച്ചാൽ കിട്ടുന്നൊക്കെ ഉണ്ട്. അതായത് പെട്ടെന്നൊരു എമർജൻസി ബ്രേക്കിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് ഗ്രാബ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങ് നിന്നോളൂ. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചിലവർക്ക് ഹാൻഡിൽ ബാർ ഇച്ചിരി ലീനായിട്ട് തോന്നും. അത് വേണമെങ്കിൽ നമ്മളെ ഹീറോൻ്റെ ഷോറൂമിൽ അവളെ ഹാൻഡിൽ ബാർ റൈസേഴ്സ് അവൈലബിൾ ആണ്. 1800 അതോ അങ്ങനെ എന്തോ റേറ്റാണ് വരുന്നത് റൈസറിന്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 ഇഞ്ച് അങ്ങനെ എന്തോ ആണ് വരുന്നത്. ചെറിയൊരു ഡിഫറൻസ് വരും നമുക്ക്. റൈസർ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെറിയൊരു ഡിഫറൻസ് വരും. പിന്നെ നമ്മളെ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാർസ് വരുന്നുണ്ട്, അതും കുഴപ്പമില്ല എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വെച്ചിട്ടുണ്ട്, അത് വലിയ പ്രശ്നമില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടും നല്ലത് റൈസർ വെക്കാനാണ്. കാരണം ഹാൻഡിൽ ബാർ വെക്കുമ്പോൾ നമ്മളൊരു മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പോൾ അത് നോക്കുമ്പം റൈസർ വെക്കണം നല്ലത്. അതും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന റൈസർ ആകുമ്പം വലിയ സീനില്ല. പിന്നെ വണ്ടിക്ക് റാലി കിറ്റ് വരുന്നുണ്ട്, അത് കയറ്റിയിട്ട് റോഡിൽ ഓടിക്കാൻ നിൽക്കണ്ട, പണി കൊടുക്കും.
കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, റാലി കിറ്റ് കയറ്റിയിട്ട് വണ്ടി റോഡിൽ ഓടിക്കാൻ പറ്റും. അപ്പം റാലി കിറ്റ് ലൈക്ക് പ്രോപ്പർ റാലി കിറ്റ് സസ്പെൻഷനൊക്കെ കയറ്റിയിട്ട് സീനില്ലാന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് വണ്ടിക്ക് അറിയൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, നമ്മൾ ബട്ടൺ ടയേഴ്സും അതെല്ലാം കയറ്റിയിട്ട് റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ അത് ഇച്ചിരി സീനാണ്. നല്ല മഴക്കാറുണ്ട്. ഗോപ്രോ തീരെ വാട്ടർ പ്രൂഫ് അല്ല, ചെറിയ ഓപ്പണിംഗ് ഉണ്ട്, അപ്പം വെള്ളം കയറിയ പണിയാണ്. മഴ പെയ്യുന്നതിന് മുമ്പേ വീഡിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കണം. ഞാൻ അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോയി ഇങ്ങനെ ഓരോന്ന് ആലോചിക്കും, അങ്ങനെയാണ് ഓരോന്നും പറയുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ എൻഡിലെ വെയ്റ്റ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഊരി കളഞ്ഞതാണ്. അതുള്ളതില്ലാത്തൊക്കെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എനിക്ക്. പിന്നെ പില്ലണ് സീനാണ് കേട്ടോ, പില്ലണ് തീരെ സ്പേസ് ഇല്ല ബാക്കിൽ. ഒരു റൈഡർ ഓറിയൻറ്റഡ് ബൈക്കാണ് ഇത് ഞാൻ പറയും. പില്ലണ്ണെ കൂടണമെങ്കിൽ നമ്മൾ ഈ മലയിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ, ബാക്കിയുള്ളവർക്ക് വേറെ ഒപ്പീനിയൻ ആയിരിക്കും. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. സോ എനിവേ ഐ ആം എൻഡിങ് ദ വീഡിയോ. സബ്സ്ക്രൈബ് ദ ചാനൽ, വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, വേണമെങ്കിൽ ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.